നമ്മളിവിടെ ഒരു പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇടുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എടുക്കുന്നത് വളരെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്ത് അതിൻ്റെ തോലെല്ലാം തന്നെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ നന്നായി ഒന്ന് ചതച്ചെടുക്കുക. നമ്മളൊരു ഇടികല്ലിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടോ ഒന്നും നമ്മൾ ചതച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇഞ്ചി പീസ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിൽ നമുക്ക് ഇപ്പോൾ ചേന ആണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ, അതുപോലെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം, ബൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു എണ്ണയിലേക്ക് ആദ്യം ഒരു പീസ് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഉള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പൊതുവേ ഇഞ്ചി നമ്മൾ ഗ്യാസ് പ്രോബ്ലത്തിന് വളരെ നല്ലതാണ്. ഇഞ്ചി നീര്, ചെറുനാരങ്ങയും നീരും അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ഗ്യാസ് പ്രോബ്ലം വരുമ്പോൾ സാധാരണ കഴിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുള്ള ആ ഒരു എണ്ണയിൽ നമ്മൾ എന്തും ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ് ബോണ്ടയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ചിലർക്കത് കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക.